ഹായ് ഗൈസ്, കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരം നന്തങ്കോട് പ്രവർത്തിക്കുന്ന മൃഗശാല. ഞങ്ങൾ അതിൻ്റെ പ്രവേശന കവാടത്തിലൂടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കുന്നതാണ് ഈ കാണുന്നത്. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ്. ക്യാമറ, വീഡിയോ ചിത്രീകരണം എന്നിവയ്ക്ക് പ്രത്യേകിച്ച് ഫീ ഉണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. തിങ്കളാഴ്ച അവധിയാണ്. ഇതിനുള്ളിൽ ഇലക്ട്രിക് വെഹിക്കിൾ അവൈലബിൾ ആണ്. നടക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നടന്നു കാണുന്നതാണ് ഭംഗി. നല്ലൊരു എക്സസൈസ് ആയിരിക്കും. ഇടതൂർന്ന് മരങ്ങളും മൃഗങ്ങളും അങ്ങനെ പ്രകൃതി ആസ്വദിച്ചു കാണുന്നവർക്ക് ഏതാണ്ട് 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പല നാട്ടിൽ നിന്നും വന്ന ഒത്തിരി സഞ്ചാരികൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ നന്നായി പ്രകൃതി ആസ്വദിച്ചു. ഏതാണ്ട് 50 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മൃഗശാല 1857 തിരുവിതാംകൂർ മഹാരാജാവ് മ്യൂസിയത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മൃഗശാലകളിൽ ഒന്നാണ്. വെള്ളത്തിൽ തുള്ളിക്കളിക്കുന്ന നീർനായയാണ് ഈ പോകുന്നത്. കുറേ നീർനായ ഉണ്ടായിരുന്നു. കണ്ടോ ഞാനും ദീദിയും ഡാൻസ് കളിക്കുന്നത്? ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. അടിപൊളി സൂ ആണ്. അവിടെ ടൈഗർ കണ്ടു, ലയൺ കണ്ടു, മരത്തിൽ ഓടിച്ചാടുന്ന മങ്കി കണ്ടു. I saw bear like teddy bear. വെള്ളത്തിൽ നടക്കുന്ന ഹിപ്പോ, ഓടിച്ചാടുന്ന പുള്ളിമാൻ, കുറേ പുള്ളിമാനും ഉണ്ടായിരുന്നു. ബഫലോ, ഉല്ലംപന്നി, leopard, fish out, parrot, macaw, ostrich, brown owl, eagle, vulture. എലിഫന്റ് കണ്ടില്ല. ശരിയാ, എലിഫന്റ് ഉണ്ടായിരുന്നില്ല. എലിഫന്റ് കാണാൻ വേണ്ടി ഡാരിയ ഒരേ ബഹളമായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഞാനിവിടെ വരുമ്പോൾ സീബ്ര, ജിറാഫ് അങ്ങനെ കുറേ അനിമൽസ് ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. പല ഇനത്തിൽപ്പെട്ട പക്ഷികൾ, ചീങ്കണ്ണി, മുതല എന്നിവ കണ്ടു. അതിൻ്റെ ഷേപ്പിലുള്ള ബെഞ്ചിൽ ഫോട്ടോ എടുക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങളും ഫോട്ടോഷൂട്ടും വിശ്രമവും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട്. ഇടയ്ക്ക് വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിച്ചു പോകാം. ഇനി പാമ്പുകളുടെ ലോകത്തേക്ക്. പല ഇനത്തിൽപ്പെട്ട പാമ്പുകൾ, ആമ എന്നിവയാണ് ഇതിനുള്ളിലുള്ളത്. മൊബൈൽ ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെരുമ്പാമ്പ്, മൂർഖൻ, അണലി, അനാക്കൊണ്ട, രാജവമ്പാല, പച്ചോലപ്പാമ്പ്, നീർപ്പാമ്പ്, കാട്ടുപാമ്പ്, പൂച്ചക്കണ്ണൻ പാമ്പ്, നാഗത്താൻ പാമ്പ്, ഇരുതലമൂരി, കരയാമ, വെള്ളാമ, ചൂരലാമ, നക്ഷത്രാമ, നീർക്കോലി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ശരിക്കും മൊബൈൽ ഡിവൈസിലെ ലൈറ്റ് പാമ്പുകളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട് ഫോൺ യൂസ് ചെയ്യരുതെന്ന് പുറത്ത് ബോർഡുണ്ടായിരുന്നു. എങ്കിൽ പോലും പലരും ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഓരോ മൃഗത്തിൻ്റെയും പേരും ഡീറ്റെയിൽസും അടങ്ങുന്ന ബോർഡുകൾ അതാത് കൂടിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊരു വിനോദയാത്രയും ഒപ്പം പഠനയാത്രയുമാണ്. അതുകൊണ്ട് ഈ ബോർഡുകൾ വായിച്ചു പോകുന്നത് നല്ലതാണ്. ഈ കാണുന്നത് കഴുതപ്പുലി അഥവാ ഹൈനയുടെ ആവാസ കേന്ദ്രമാണ്. ചെറിയ ഗുഹയും കുളവും തണലിനുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ പക്ഷികളായ ഒട്ടകപ്പക്ഷി, യമു എന്നിവ ഇവിടെ കാണാൻ സാധിക്കും. 100-ലധികം വ്യത്യസ്ത സസ്യങ്ങളും മരങ്ങളും നിറഞ്ഞ ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഇവിടെ നിരവധി അമൃത സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചിത്രശലഭങ്ങളുടെ ശേഖരണമായി പ്രവർത്തിക്കുന്നു. ഈ കാണുന്ന എലിവേറ്റർ വാക്വേയിലൂടെ നടക്കുമ്പോൾ ചുറ്റും നിറയെ പൂക്കളും ചിത്രശലഭങ്ങൾ കൂട്ടമായി പറക്കുന്നതും കാണാം. പാറകൾക്കിടയിലൂടെ ഒരുക്കിയിരിക്കുന്ന നല്ലൊരു ഫൗണ്ടെയിൻ ഉണ്ട്. ഇവിടെ സൂ കൂടാതെ മ്യൂസിയം, ആർട്ട് ഗാലറി, വിശാലമായ ഗാർഡൻ ഉണ്ട്. ഗാർഡൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. മൃഗശാലയിലെ ഏതാനും കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കാൻ ശ്രമിക്കുക. നല്ലൊരു അനുഭവമാണ്. ബൈ ബൈ.